ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ വൈകിട്ട് ഒരു സർപ്രൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്ന പോക്കാണ് നിങ്ങൾ കാണുന്നത്. എന്തോ സർപ്രൈസ് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തോ കഴിക്കാനുള്ള സാധനമാണ് സർപ്രൈസ് എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലായത് കേട്ടോ. നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് എന്തോ ഒരു സാധനം കഴിക്കാനുണ്ട്, ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ അമ്മ നമ്മളെ വിളിച്ച് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവാം. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് ആൻറ്റി ഇങ്ങനെ നമ്മളെ 4 മണി കഴിയുമ്പോൾ നമ്മൾ ചെല്ലുമെന്ന് അറിയാമല്ലോ. അങ്ങനെ ചക്കയും വെട്ടി വെച്ചുകൊണ്ട് കാത്തിരിക്കുക. ചക്കപ്പഴം, നല്ല ചക്കപ്പഴമായിരുന്നു. അപ്പോഴത്തേന് എന്താ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് അങ്ങനെ ചക്കയൊന്നും എപ്പോഴും കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ചക്ക കുറച്ച് കിട്ടിയപ്പോഴത്തേന് നമുക്കൂടെ തരാമെന്നും പറഞ്ഞ് വിളിച്ചതാ. ഇതൊന്നും ഹോസ്റ്റലിൽ നിൽക്കുന്നതല്ല, പക്ഷെ എന്താഹാരം കിട്ടിയാലും ആദ്യം നമ്മൾ അവർക്കാണ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. എന്നിട്ട് ആ ചക്ക കഴിച്ചിട്ട് 2 അഭിപ്രായം. ചക്കയ്ക്ക് ചക്കയുടെ ഫ്ലേവർ ഉണ്ട്, ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചക്കയൊക്കെ കഴിക്കുക. ചക്ക കഴിക്കുന്നു, കോളേജിലെ വിശേഷം പറയുന്നു, നാട്ടുവിശേഷം പറയുന്നു. അമ്മ അവിടുത്തെ വീട് വെച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് അവരാ ചെറിയ വീട്ടിൽ താമസിക്കുന്നത്. വീട് വെക്കുന്ന കഥകൾ പറയുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചക്കയൊക്കെ കഴിച്ച് ആ വെട്ടിത്തന്ന ചക്ക മൊത്തം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു മിഷനിൽ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനാണ് ആ ചക്ക വെട്ടി തന്നത് അത്രയും കഴിച്ചത്. എനിക്ക് ചക്കപ്പഴം ഭയങ്കര ഇഷ്ടം. ചക്ക, മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് OCD രശ്മിയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷമായിട്ട് എല്ലാം കഴിക്കുകയൊക്കെ ചെയ്ത് ആ തൊണ്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുക. ഞാൻ മാത്രം കണ്ട ഇത് ഫുള്ള് കഴിച്ചെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കാണിക്കുക. ഭയങ്കര പ്രൗഡാണ് കേട്ടോ ഞാൻ. ചക്കപ്പഴം ആണെങ്കിലും നമ്മളത് കഴിച്ച് കംപ്ലീറ്റ് ചെയ്തില്ലേ. അങ്ങനെ എല്ലാമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങി വീട്ടിൽ പോവാം. ബൈ ബൈ.